ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ വേളാങ്കണ്ണി മാതാവാണ് കേട്ടോ. കുഞ്ചു പഠിക്കുന്ന സ്കൂളിൽ ഞാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ജോസഫ് പിതാവുണ്ട്, വേളാങ്കണ്ണി മാതാവുണ്ട്, ഉണ്ണീശോയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ വേളാങ്കണ്ണി മാതാവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കുറേ ദിവസമായി കുറേ പേരോട് ചോദിക്കുന്നുണ്ട് രോഗശാന്തിക്കൊക്കെ പറ്റി എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു വചനം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വചനം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു വചനമാണ് അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. ഇത് ഏശയ്യ 53:5 ഉള്ളൊരു വചനമാണ് കേട്ടോ. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് രോഗശാന്തി ലഭിക്കും. ഫുള്ളായിട്ട് മാറുമെന്നുള്ളത് നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും. പക്ഷേ ഇത് ചൊല്ലിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് വാദവ്യാധി ആയിക്കോട്ടെ, അതിപ്പോൾ വലിയ വലിയ മാരകമായ രോഗങ്ങളായിക്കോട്ടെ, എന്തായാലും അതിനൊരു കുറവുണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. കെനിയയിൽ പള്ളികളിൽ അധികം നമ്മൾ രൂപങ്ങളൊന്നും അധികം കാണാറില്ല കേട്ടോ. ഒരു ക്രോസ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ മുമ്പിലായിരിക്കും പ്രേ ചെയ്യണത്. ചിലപ്പോൾ ഒരു ക്രോസിൻ്റെ പടം ഉണ്ടാവുള്ളൂ, ക്രോസിൻ്റെ ഒരു രൂപം പോലെ ഉണ്ടാവില്ല. അത്ര പോലും അവർ രൂപത്തിനെ ആരാധിക്കുന്നില്ല. പക്ഷേ അവർ രൂപത്തിനെ ആരാധിക്കുന്നവരെയും കുറ്റം പറയുന്നില്ല. അതുപോലെ ഞാൻ ഈ ഇടുന്ന വീഡിയോയിൽ രൂപങ്ങളുണ്ട്. എനിക്ക് രൂപങ്ങളെ ആരാധിക്കുന്നത് ഇഷ്ടമാണ്. മാതാവിനൊരു രൂപമുണ്ട് എൻ്റെ മനസ്സിൽ. അതുപോലെ ഈശോയ്ക്കൊരു രൂപമുണ്ട്, ജോസഫ് പിതാവിനൊരു രൂപമുണ്ട്, എല്ലാവർക്കും എനിക്ക് മനസ്സിലൊരു രൂപമുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് രൂപങ്ങളെ ആരാധിക്കരുത് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിങ്ങളുടെ ഒന്നും സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വാതന്ത്ര്യത്തിന് മര്യാദ നൽകണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ഒരിക്കലും എന്നോട് ആരാധിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ വിശ്വസിക്കുന്നവരെ വിശ്വസിച്ചാൽ മതി. എനിക്ക് എന്തായാലും മാതാവിൻ്റെ രൂപത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ സത്യങ്ങളെ വിശ്വാസങ്ങളെ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ മതി. അല്ലാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്യുക.